നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാ നാട്ടിലും ലീഗുകളൊക്കെ പകുതിയായി കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ മാത്രം ഇതുവരെ ദേശീയ ലീഗ് ആരംഭിച്ചിട്ടില്ല. ISL ഏതായാലും ഈ തവണ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള അനിശ്ചിതത്വം തുടരുമ്പോൾ ആരാധകർ വലിയ രൂപത്തിൽ ആശങ്കയിലാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മീറ്റിങ്ങും ക്ലബ്ബുകളും AFF തമ്മിലുള്ള മീറ്റിംഗ് ഒക്കെ നടന്നിട്ട് എന്തുണ്ടായി ഫലം? ഇപ്പോൾ സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫെബ്രുവരി 5 ISL തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ലീഗ് തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് AFFൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലാണ്, അതായത് M സത്യനാരായണനാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതെന്നാണ് സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ റിപ്പോർട്ടിലേക്കൊന്ന് പോവുകയാണ്. അതിൽ അവർ പറയുന്നത് ഫെബ്രുവരി 5 ഈ ഒരു സീസൺ ആരംഭിക്കാനുള്ള ഏറ്റവും സാധ്യതയുള്ളൊരു ദിവസം. പക്ഷേ അതിൻ്റെ ഫോർമാറ്റ് ഇനിയും തീരുമാനമായിട്ടില്ല. എന്ന് പറയുമ്പോൾ AFF 2 മോഡൽസാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും. അതായത് ഡിസംബർ 24 ക്ലബ്ബുകളുമായിട്ടുള്ള മീറ്റിങ്ങിൽ 2 മോഡൽസ് മുന്നോട്ട് വെച്ചു. ഒന്ന് 2 കോൺഫറൻസ് മോഡലാണ്. അതായത് നമ്മൾ മേജർ ലീഗ് സോക്കറിലൊക്കെ കാണുന്ന, മെസ്സി കളിക്കുന്ന MLS കാണുന്ന രൂപത്തിൽ 2 കോൺഫറൻസുകളുടെ മോഡൽ. അത് 2 സെൻട്രലൈസ്ഡ് വെന്യൂസിൽ നടത്തും. മറ്റൊന്ന് 2 ടീമുകൾ ഹോം ആൻഡ് ഹെവേയിൽ കളിക്കുന്ന രൂപത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ട്രാവലിംഗ് ഇൻവോൾവ് ആയിരിക്കും രണ്ടാമത്തേതിൽ. ഒന്നാമത്തേതിൽ ട്രാവലിംഗ് ഇല്ല. ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് വെന്യൂവിലായിരിക്കും ഒരു ടീമിൻ്റെ കളിയൊക്കെ ഉണ്ടാകുക. പക്ഷെ അവിടെയുള്ള പ്രശ്നം, പല ടീമുകൾക്കും ലോങ് ടൈമിലേക്ക് അവിടെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്ത് താരങ്ങൾ മുഴുവനും അവിടെ താമസിപ്പിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു എതിർപ്പ് ഇപ്പോൾ ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നുണ്ട്. അതും സ്പോർട്സ് സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് there are split opinion among the clubs, with several sides choosing against centralized venues as they feel that could prove to be unfavorable for cost cutting, while another fraction holds the opposite opinion. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ക്ലബ്ബുകൾക്കിടയിലുണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഫോർമാറ്റ് ഇനിയും തീരുമാനമായിട്ടില്ല. ഡിസംബർ 28-നും 29-നുമായിട്ട് ഇനിയും മീറ്റിങ്ങുകൾ വെച്ചിട്ടുണ്ട്. നാളെ മറ്റന്നാളൊക്കെ മീറ്റിങ്ങുകളുണ്ട്. അതോടുകൂടി ഫൈനൽ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ടും തീരുമാനിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയാണ് AFFനുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. AFFൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സത്യനാരായണൻ പറയുന്നത് എങ്ങനെയാണ്: നമ്മൾ ഫെബ്രുവരി 5 മത്സരങ്ങൾ ആരംഭിക്കുന്നതെങ്കിൽ 190 മത്സരങ്ങളെങ്കിലും നമുക്ക് ഈ സീസണിൽ നടത്താൻ പറ്റും. അതനുസരിച്ച് നമ്മൾ AFCയോട് ഒരു കൺസിഡറേഷൻ ചോദിക്കും. ഈ ഒരു ക്രൈസിസ് സമയത്ത് ചില എക്സെപ്ഷൻസ് നമ്മൾ ചോദിക്കും, എക്സംഷൻസ് നമ്മൾ ചോദിക്കും. അങ്ങനെ AFC ചാമ്പ്യൻസ് ലീഗ് 2 നമ്മുടെ ടീമുകൾക്ക് കളിക്കുന്നത് തുടരാൻ പറ്റുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കാനാണ് ശ്രമം എന്നുകൂടി അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, FC ഗോവ ഓൾറെഡി ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റിന് ക്വാളിഫൈ ചെയ്തിട്ടുള്ളതാണ് സൂപ്പർ കപ്പ് വിജയിച്ചതോടുകൂടി. അപ്പോൾ ആ കാര്യത്തിലും ഒരു തീരുമാനമാവേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 മീറ്റിങ്ങുകൾ കൂടി ഡിസംബർ 28-നും 29-നും. അതോടുകൂടി കാര്യങ്ങളിൽ ഒരു ഫൈനലൈസേഷൻ വരുത്താൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫെബ്രുവരി 5 ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ISLൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.